മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള എല്ലാ പ്രേരണയും നൽകിയത് ആലപ്പുഴ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ CPM നേതൃത്വമാണ് എന്ന് പറയുന്നതിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവുകയില്ല. കാരണം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ചേരുന്ന സമയത്ത് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അവിടെ പോയിരുന്നു പറഞ്ഞു, വിഭാഗീയത ഇവിടെ കൊടികുത്തി വാഴുന്നുണ്ട്, അത് വച്ചു പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞ് വിഭാഗീയതയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വാളുന്നു. അന്ന് ജി സുധാകരനെയൊക്കെ അവഗണിച്ചിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ വിഭാഗീയത എന്ന പ്രയോഗം തന്നെ അദ്ദേഹം പ്രയോഗിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജി സുധാകരനെ വെട്ടിമാറ്റി, തോമസ് ഐസക്കിനെ വെട്ടിമാറ്റി. അന്ന് കുറെ ന്യായീകരണങ്ങൾ ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPM പറഞ്ഞിരുന്നു. പലതവണ MLA മാരായി, 2 തവണ തുടർച്ചയായി, 2 തവണ മന്ത്രിയായി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ 2 ടേം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാറ്റുമെന്ന് പറഞ്ഞ് മാറ്റുന്നത്. അപ്പോൾ ജി സുധാകരൻ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇക്കുറി 13ഓളം പേര് മത്സരിക്കുന്നുണ്ട്, ഈ 2 ടേം പിന്നിട്ടവർ, അപ്പോ അതെങ്ങനെ ശരിയാകും? അങ്ങനെ ഇരട്ടത്താപ്പ്. സുധാകരനോട് ഒരു നയം, ഐസക്കിനോട് മറ്റൊരു നയം, സുധാകരനോടൊരു ചിറ്റമ്മ നയവും ഐസക്കിനോടൊരു മകൻ നയവും, ഇതെങ്ങനെ ശരിയാകും എന്ന ഒരു വലിയ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ജി സുധാകരൻ ഇങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, സുധാകരനെ താറടിക്കുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്, ഈ പറയുന്ന ആളുകൾ ആരാണ് എന്ന് സുധാകരന് കൃത്യമായി അറിയാം. ലോക്കൽ കമ്മിറ്റിയിലുള്ളവർ, ജില്ലാ കമ്മിറ്റിയിലുള്ളവർ, അല്ലെങ്കിൽ പേരെടുത്ത് പറയാവുന്ന ആളുകൾ എന്നൊക്കെ സുധാകരൻ പറഞ്ഞു വെക്കുമ്പോൾ അവരെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന സുധാകരൻ മുദ്ര കുത്തുമ്പോൾ ജനം സുധാകരനൊപ്പം തന്നെ നിൽക്കും എന്നതിലും തർക്കമില്ല. ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്താണെന്നോ CPM നയം എന്താണെന്നോ CPM എന്താണെന്നോ അറിയുകയില്ല. അവർക്ക് കിട്ടുന്ന കൊട്ടേഷൻ ഒരാളെ താറടിക്കുക, നശിപ്പിക്കുക എന്നാണ്. അവരതുകൊണ്ട് ഇല്ലാത്ത ബലം ഉപയോഗിച്ച് തന്തയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ കുടുംബക്കാരെ അധിക്ഷേപിക്കും എന്നൊക്കെ സുധാകരൻ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ. അത് വളരെ കൃത്യവുമാണ്. ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ വളർന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയം ഇടിയും, CPM-ന് ഇടിവ് പറ്റും, CPM നയങ്ങൾക്ക് ഇടിവ് പറ്റും. താൻ സ്ഥാനാർത്ഥിയാകുമെന്നോ അല്ലെങ്കിൽ CPM-ന് എതിരെ പ്രവർത്തിക്കുമെന്നോ ഒട്ടും തീരുമാനിച്ചിരുന്ന വ്യക്തിയല്ല. 3 ആഴ്ച മുമ്പ് മെമ്പർഷിപ്പ് പുതുക്കാതെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അകലാൻ തീരുമാനിച്ചു. പാർട്ടി വിട്ട് സ്വസ്ഥമായിരിക്കുക എന്ന് തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ഇനി പരിഗണിക്കുന്നില്ല എന്നൊക്കെ വാർത്തകൾ വന്നു തുടങ്ങി. അപ്പോൾ ഇതാരാണ് ചോർത്തി കൊടുത്തത്? 18 പേരാണ് ആ ബ്രാഞ്ചിലുള്ളത്. ആ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന 18 പേരിൽ ആരോ ഒരാളായിരിക്കുമല്ലോ ഇത് ചോർത്തിയത്. പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലായിരിക്കും ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടണിയുടെ ലിസ്റ്റ് പോവുക. അപ്പൊ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നാകും ഇത് പോവുക. അങ്ങനെ തന്നെ നാണം കെടുക്കാനും തന്നെ ഒറ്റുകൊടുക്കാനും പാർട്ടിക്കുള്ളിൽ തന്നെ ആളുണ്ടായി. അത് വല്ലാത്ത വേദന സൃഷ്ടിച്ചു. ആ വേദന പരിഹരിക്കുന്നതിന് വേണ്ടി പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ടെലിഫോണിൽ വിളിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അതുപോലെ പാർട്ടിയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ ഈ ജി സുധാകരന്റെ വീട്ടിൽ പോയി കണ്ടു. അപ്പോഴൊന്നും അദ്ദേഹം മനസ്സ് തുറക്കുകയോ അദ്ദേഹം ഈ മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയോ ചെയ്തില്ല. അദ്ദേഹം ഇന്നും പറയുന്നുണ്ട് താൻ പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല. ആ പാർട്ടി അത്രമാത്രം രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. കാരണം ഏകദേശം 63 വർഷക്കാലം, 6.5 പതിറ്റാണ്ടോളം അതിന് പ്രവർത്തിച്ചതാണ്. 15-ാം വയസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നത്തെ പാർട്ടി സഖാക്കൾ ഉൾപ്പെട്ടാണ് തനിക്ക് അവിടെ പാർട്ടി മെമ്പർഷിപ്പ് തരുന്നത്. എന്നിട്ട് അന്നു മുതൽ ഇന്നോളം പാർട്ടി വിളിച്ചില്ലെങ്കിലും പാർട്ടി ക്ലാസ്സുകൾ എടുക്കാനും ഒക്കെ പോകുന്നുണ്ട്. 36 വർഷം പാർട്ടി ക്ലാസ് എടുക്കുന്നതിന്റെ ചെയർമാൻ സ്ഥാനം ഉണ്ടായിരുന്നു ജില്ലയിൽ. എല്ലാ പഞ്ചായത്തിലും ഓടി നടന്ന പാർട്ടി ക്ലാസ് എടുത്തു. എന്തിന്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്റെ മണ്ഡലത്തിൽ മത്സരിച്ച സലാം ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. തന്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സലാം മത്സരിക്കുന്നത്. സലാമിന് വേണ്ടി 19 കൺവെൻഷനുകളിൽ ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അധ്യക്ഷനായിരുന്നു, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അധ്യക്ഷനായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് 19 സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. അതിനൊപ്പം തന്നെ എറണാകുളത്തും കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെ ആയി പല മണ്ഡലങ്ങളിലും പോയി പ്രസംഗിച്ചു. പല സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രസംഗിച്ചു. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് താൻ സലാമിനെതിരെ പ്രവർത്തിച്ചു, അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞതെന്ന് പറഞ്ഞ് സലാമിന്റെ പരാതി വരുന്നത്. അതൊരു വ്യാജ പരാതിയായിരുന്നു. അതിന് താൻ 22 പേജിൽ റിപ്പോർട്ട് എഴുതി കൊടുത്തു പാർട്ടിക്ക്. അത് പരിഗണിച്ചില്ല. അതിൽ ഒരു വരി പോലും പരാമർശിച്ചില്ല. തനിക്കെതിരെ സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നപ്പോൾ താൻ മറുപടി പറഞ്ഞു. അതിനുശേഷം താൻ ഇറങ്ങി സമ്മേളനം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ പിണറായി ഫോണിൽ വിളിച്ചിട്ട് തന്നെ കാണണമെന്ന് പറഞ്ഞ് പിണറായിയോട് സംസാരിച്ചു. അപ്പോൾ പിണറായി ചോദിച്ചത്, എങ്ങനെ ഇത് പരാതിയായി?
പരാതി കൊടുക്കാനുള്ള കാരണം എന്താണ് എന്നാണ് പിണറായി ചോദിച്ചത്. അങ്ങനെ മുതിർന്ന നേതാക്കൾ പിണറായിയും MA ബേബിയും ഒക്കെ വലിയ സ്ഥാനങ്ങളിലുള്ള നേതാക്കളൊക്കെ ജി സുധാകരനോട് സൗഹൃദവും സ്നേഹവും പുലർത്തുന്ന ആളുകളാണ്. പക്ഷേ ആലപ്പുഴയിൽ നിന്നുള്ള സജി ചെറിയാനോ സലാമിനോ അങ്ങനെ തുടങ്ങിയ ചില ആളുകൾക്കോ ഇതൊന്നും മനസ്സിലാവുകയില്ല. അവര് ഈ സുധാകരനെ എങ്ങനെ താറടിക്കാമെന്ന് മാത്രം റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ ഫലമാണ് ഇന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഇപ്പോ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ UDF പിന്തുണയ്ക്കുമോ BJP പിന്തുണയ്ക്കുമോ ഏതെങ്കിലുമൊക്കെ സംഘടനകൾ പിന്തുണയ്ക്കുമോ എന്നൊന്നും സുധാകരൻ അറിയില്ല. ആരുമായും ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ലെന്ന് സുധാകരൻ അസന്നിഗ്ധമായി തന്നെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം അനുസരിച്ച് സുധാകരൻ ഒരു പക്ഷേയെങ്കിൽ അമ്പലപ്പുഴയിൽ UDFന്റെ പിന്തുണയോടുകൂടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അത് LDFന് കനത്ത തിരിച്ചടിയാവുകയും ചെയ്യും. മറ്റൊന്ന്, സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഉറച്ചതോടെ CPMന് ആലപ്പുഴ ജില്ലയിൽ വലിയ കോട്ടം സംഭവിക്കും. കാരണം CPM ആലപ്പുഴ ജില്ലയിൽ കെട്ടിപ്പടുക്കുന്നതിനും CPMന് ഊർജ്ജസ്രോതസ്സായി പ്രവർത്തിക്കുന്നതിനും ഒക്കെ മുൻപന്തിയിൽ നിന്ന നേതാവാണ് ജി സുധാകരൻ തന്നെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ട് പാർട്ടി ക്രിമിനൽ വൽക്കരണം നടക്കുന്നു എന്ന് പറഞ്ഞ് മാറി സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അത് സർക്കാർ വിരുദ്ധ വികാരമുള്ള ആളുകളും ഇപ്പോ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ CPMനുള്ളിൽ നിന്ന് CPMന് ഭരണം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവരുമൊക്കെ UDFനോ BJPക്കോ ഒക്കെ വോട്ട് ചെയ്യാൻ പോകും എന്ന കാര്യമാണ് വലിയൊരു പ്രതിസന്ധി എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഏതായാലും സുധാകരൻ പോണെങ്കിൽ പോട്ടെ. അപ്പൊ MM മണി പറയുന്ന പോലെ ശശി പോയാൽ ശശിക്ക് പോയി, സുധാകരൻ പോയാൽ സുധാകരന് പോയി എന്ന് ശശിയെ പറഞ്ഞ് അണ്ടർ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ശശിയെ പറഞ്ഞ് പിണക്കുന്നത് പോലെ സുധാകരൻ അങ്ങനെ പറഞ്ഞ് പിണക്കാൻ കഴിയില്ല, സുധാകരൻ അങ്ങനെ വില കുറച്ച് കാണാനും കഴിയില്ല എന്നതാണ് പരമാർത്ഥം. ഇനി അധികാരമോഹം കൊണ്ടാണ് സുധാകരൻ പോയതെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ മത്സരിക്കുന്നത് സന്യസിക്കാൻ വേണ്ടിയാണോ എന്ന മറുചോദ്യം കൊണ്ട് സുധാകരൻ അതിനെ മനോഹരമായി പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അമ്പലപ്പുഴയിൽ തീപാറുന്ന പോരാട്ടം നടക്കുമെന്ന് വ്യക്തമായി. ഇനി ആരൊക്കെയാണ് ജി സുധാകരന്റെ പിന്തുണയുമായി രംഗത്തെത്തുക എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇലക്ഷൻ ഇനി അധിക ദിവസങ്ങളൊന്നും ഇല്ല. അടുത്ത മാസം ഇതേ സമയത്തൊക്കെ ഇലക്ഷൻ അതിഗംഭീരമായ പ്രചരണ ചൂടോ അല്ലെങ്കിൽ വോട്ടെടുപ്പോ ഒക്കെ നടക്കാവുന്ന ദിവസങ്ങളാണ്. ഇനി ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ആ സമയത്താണ് സുധാകരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇടതുമുന്നണിക്ക് ഇടങ്ങേറ് ഉണ്ടാകുന്നത്.